ഡിപ്രീസിയേഷൻ കോസ്റ്റ് മോഡലിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ നേരത്തെ ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഭാവിയിലുള്ള പൈസയെക്കാളും വാല്യൂ കൂടുതലായിരിക്കും ഇപ്പോൾ ഉള്ള അതേ എമൗണ്ടിന്. ഭാവിയിൽ 1000 രൂപയെക്കാളും വില കൂടുതലായിരിക്കും ഇപ്പോൾ ഉള്ള 1000 രൂപയ്ക്ക്. അതാണ് നമ്മൾ ഇൻഫ്ലേഷനെ പറഞ്ഞത്. ഇത് ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ഇൻഫ്ലേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കോസ്റ്റ് യൂട്ടിലിറ്റി മോഡലിൽ നമ്മൾ ഇൻഫ്ലേഷനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ കോസ്റ്റ് മോഡലിൽ നമ്മൾ ഇൻഫ്ലേഷൻ നോക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അത് ഭാവിയിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുമ്പോൾ, റീസെയിൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ വാങ്ങിച്ച പൈസ തന്നെ കിട്ടില്ലല്ലോ. കാരണം നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്തതുകൊണ്ടും കുറച്ച് പഴയ പ്രോഡക്റ്റ് ആയതുകൊണ്ടും കുറച്ച് വില കുറച്ച് വിൽക്കേണ്ടി വരും. അതാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. കാലക്രമേണ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കോസ്റ്റ് മോഡലിൽ 2 ടൈപ്പ് മോഡൽസ് ഉണ്ട്. ഒന്ന് ലീനിയർ മോഡലും ഉണ്ട്, അല്ലെങ്കിൽ നോൺ ലീനിയർ മോഡലും ഉണ്ട്. അപ്പോൾ ലീനിയർ മോഡലിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഡി നമ്മൾ പറയുന്നത്, ലീനിയർ മോഡലിൽ പറയുന്നത് ഡി ഈക്വൽ ടു ഇനിഷ്യൽ കോസ്റ്റ് മൈനസ് ഫൈനൽ കോസ്റ്റ് ബൈ ടൈം ഇൻറ്റു 1 ഇനിഷ്യൽ കോസ്റ്റ് എന്നാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാനതൊരു 5,000 രൂപയ്ക്ക് വിറ്റു. അതായത് ഫൈനൽ കോസ്റ്റ് എനിക്ക് 5,000 രൂപയാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര വരുമെന്ന് നോക്കുകയാണെങ്കിൽ, 10,000 മൈനസ് 5,000 ബൈ 5 വർഷം ഇൻറ്റു 1/10,000 എന്ന്. അപ്പോൾ എനിക്ക് കിട്ടി 0.1. ഇവിടുത്തെ ഡിപ്രീസിയേഷൻ 0.1 ആണ്, അഥവാ 10% ആണ്. മനസ്സിലായി? ഡിപ്രീസിയേഷൻ 10% എന്ന് വെച്ചാൽ എന്താ? ഓരോ വർഷം കുറയുന്ന വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ, ആദ്യത്തെ വർഷം കുറയുന്നത് വാല്യൂ ആഫ്റ്റർ ഫസ്റ്റ് ഇയർ എത്രയായിരിക്കും? 0.1 ഇൻറ്റു ഇനിഷ്യൽ കോസ്റ്റ് 10,000. അതായത് 1000 രൂപയായിരിക്കും. വാല്യൂ റിഡക്ഷൻ ആഫ്റ്റർ ഫസ്റ്റ് ഇയർ ആണ് ഇത്. 0.1 ഇൻറ്റു 10,000. 1000 രൂപയായിരിക്കും ആദ്യത്തെ വർഷം കഴിയുമ്പോൾ കുറയുന്നത്. അതായത് ആഫ്റ്റർ 1 ഇയർ നമ്മുടെ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 10,000-ൽ നിന്ന് 1000 രൂപ കുറഞ്ഞു. പ്രോഡക്റ്റിന് 1000 രൂപ കുറച്ചേ വിൽക്കാൻ പറ്റൂ. അതായത് 9,000, 9,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കേണ്ടി വരും. രണ്ടാമത്തെ വർഷം കഴിയുമ്പോഴും എത്രയാണ്? 1000 രൂപ തന്നെയായിരിക്കും കുറയുന്നത്. നമ്മൾ പിന്നെയും മൾട്ടിപ്ലിക്കേഷനൊന്നും ചെയ്യേണ്ട. അത് ചെയ്യുന്നത് നോൺ ലീനിയർ മോഡലിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലീനിയർ മോഡലിൽ ഇപ്പോൾ കിട്ടിയ 1000 രൂപ തന്നെയായിരിക്കും ഓരോ വർഷവും കുറയുന്നത്. അതായത് ആഫ്റ്റർ സെക്കൻഡ് ഇയർ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എത്രയാണ്? 9,000-ൽ നിന്ന് പിന്നെ 1000 കുറയ്ക്കുക, 8,000. അതായത് ആദ്യത്തെ വർഷം 1000 ആയിരിക്കും, രണ്ടാമത്തെ വർഷം 9,000, മൂന്നാമത്തെ വർഷം 7,000, അത് കഴിഞ്ഞ് 6,000, പിന്നെ 5 വർഷം കഴിയുമ്പോൾ 5,000. അത് തന്നെയല്ലേ അവിടെ വെച്ച് തന്നെയല്ലേ നമ്മൾ തുടങ്ങിയത്. ഫൈനൽ കോസ്റ്റ് 5 വർഷം കഴിഞ്ഞിട്ട് 5,000 വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. അവസാനം എത്തിച്ചേർന്നതും അവിടെ തന്നെയാണ്. അതാണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ഓരോ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴും യൂണിഫോം ആയിട്ടാണ് ഇതിൻ്റെ വാല്യൂ കുറയുന്നത്. ആദ്യത്തെ വർഷം 1000 രൂപ കുറയുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷവും 1000 രൂപ തന്നെ കുറയും. അതാണ് ഈ ലീനിയർ മോഡൽ അനുസരിച്ച് സംഭവിക്കുന്നത്. ഇനി ഒരു മോഡലുണ്ട്, നോൺ ലീനിയർ മോഡലുണ്ട്. അപ്പോൾ ഈ നോൺ ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് കുറച്ചുകൂടെ റിയൽ ലൈഫ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഈ നോൺ ലീനിയർ മോഡലാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു, നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിച്ചു. ഈ ബൈക്ക് ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ വിൽക്കുകയാണെങ്കിൽ പോലും നമുക്കതിന് ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും. ഒരുപാട് വില കുറച്ച് വിൽക്കേണ്ടി വരും. അതേസമയം ഒരു 10 വർഷത്തിന് ശേഷം വിൽക്കുന്ന ബൈക്കും 10 വർഷം 6 മാസത്തിന് ശേഷം വിൽക്കുന്ന ബൈക്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന ബൈക്കും 11 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന ബൈക്കും തമ്മിൽ പോലും അത്രയും വ്യത്യാസം കാണില്ല, ഈ ഫ്രഷും 6 മാസത്തിന് ശേഷമുള്ളതുപോലെ. അതായത് ഇനിഷ്യൽ പീരീഡിൽ ഡിപ്രീസിയേഷൻ വളരെ കൂടുതലും പിന്നെ അങ്ങോട്ട് ഡിപ്രീസിയേഷൻ കുറഞ്ഞും വരും. അങ്ങനെ ഒരു മെത്തഡോളജി കൺസിഡർ ചെയ്യുന്ന മോഡലാണ് ഈ നോൺ ലീനിയർ മോഡൽ. അത് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്തതിൽ നോക്കാം.